നമ്മൾ ഇന്നത്തെ നോമ്പർ നമ്മൾ നോളജ് സിറ്റിയിലാക്കാൻ പോകണ്ടോ? നമ്മൾ കസിൻസുകൾ മൊത്തമുണ്ട്, ടീം മൊത്തമുണ്ട് ഗൈസ്. അങ്ങനെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളിന്ന് നോളജ് സിറ്റി നോമ്പറക്കാൻ പോകണ്ട. എല്ലാവരും അങ്ങനെ പോകുമ്പോഴുള്ള ഷോട്ടൊന്നും എടുത്തില്ല. അങ്ങനെ ഏതായാലും ഉള്ള ഷോട്ടൊക്കെ എടുത്ത് നമ്മളേതായാലും ഇവിടെ എത്തി. ഇവിടെ നോളജ് സിറ്റി നമ്മളെ ലക്ഷ്യസ്ഥാനം എത്തിട്ടോ. നമ്മളെ നോമ്പറ നോളജ് സിറ്റിയിലുണ്ടോ? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തില്ല, എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ കാണിച്ചത്. അപ്പോൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ. അങ്ങനെ നമ്മൾ അസറിസ്കാരത്തിന് എന്ത് ചെയ്ത് നമ്മളവിടെ പള്ളിയിലെത്തിട്ടോ. എന്നിട്ട് അവിടെ നിന്ന് അസറിസ്കരിച്ച്, കാരണം നമ്മൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കാതെ ഇറങ്ങി. അങ്ങനെ നമ്മൾ അസർക്ക് നിസ്കരിച്ച് നമ്മൾ പുറത്തിറങ്ങിട്ടോ. ഈ ബാക്കിൽ ഈ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന ചില അവിടുത്തെ നോമ്പറക്കുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് കയറ്റൂല. പക്ഷെ ആൾക്കാരൊക്കെ അതിൻ്റെ പുറത്തൊന്നും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഏതായാലും നമ്മളെന്ത് ചെയ്ത് അത് കുറച്ച് നേരം കണ്ടിങ്ങനെ പള്ളീൻ്റെ സൈഡും അപ്പുറം ഇപ്പുറം ഇങ്ങനെ നോക്കി കുത്തണം. നേരെ അപ്പുറത്തെ സൈഡ് പോയപ്പം അപ്പുറത്തെ സൈഡിലും ഇതേപോലെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ കുറേ ആൾക്കാർ ലൈൻ നിൽക്കണേ എന്തിനാ, ഇവിടെ കയറി ഇരിക്കാനും വേണ്ടിയാണ്. സൺഡേ ആണ് ഞങ്ങൾ പോയത്, ഞായറാഴ്ച. അതുകൊണ്ട് നല്ല റഷ്യന്, നല്ല തിരക്കേന്. ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്ന ഇടയിൽ ആൾക്കാർ വരിക്കാണ്. അങ്ങനെ ഏതായാലും നമ്മൾക്കും സീറ്റ് കിട്ടി. നമ്മളെല്ലാവരും അവിടെ ഇരുന്ന് നമ്മളിരുന്നപ്പോൾ 5:30 മണിയാണ്. 5:30 മണിയാകുമ്പോൾ തന്നെ നമ്മൾ ഫുഡിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണം. വീട്ടിലൊക്കെ എങ്ങനെയാണ്, നമ്മൾ 6:39 ബാങ്കാണെങ്കിൽ 6:39 നമ്മൾ നോമ്പറക്കാൻ പോണ ടീമാണ്. ഇവിടെ എന്ത് ചെയ്യണം, 5:30 തന്നെ ഫുഡിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണം, സെറ്റായി ഇങ്ങനെ നിൽക്കണം. ഏതായാലും എന്ത് ചെയ്ത് അങ്ങനെ എല്ലാവരും വരിയൊക്കെ നിന്ന് ആൾ ലോഡായി. അങ്ങനെ ബാങ്ക് കൊടുത്ത് നമ്മൾ നോമ്പ് തുറന്നിട്ടോ. ആദ്യം കാരക്ക തുറന്ന്, പിന്നെ എന്ത് ചെയ്ത് അതൊരു ജ്യൂസ് ഉണ്ട്, എന്തൊരു പൈനാപ്പിൾ ജ്യൂസിന്, അത് കുടിച്ച് എന്ത് ചെയ്ത് അതും കുടിച്ച്. അങ്ങനെ വെള്ളത്തിൻ്റെ കൂടെ അവിടെ വത്തൊക്കെ ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ, അതും കഴിച്ച്. കാരണം വത്തൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കണം കേട്ടോ, അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കണ വത്തൊക്കെയാണ്. അങ്ങനെ നമ്മളെന്ത് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച്. ഫുഡൊക്കെ ഒരു പ്രത്യേകതര എക്സ്പീരിയൻസ് കേട്ടോ. എല്ലാവരും ഒരു 5 ആൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് എന്ത് ചെയ്യണം, ഒരുമിച്ച് കഴിക്കണം. ഈ സൂം ചെയ്ത് കാണിക്കണതാണ് എന്ത് അവിടുത്തെ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക്. അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്ത് മൈര് ബിസ്കരിച്ച്. അപ്പോൾ ഈ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.